അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. തജ്വീദുൽ ഖുർആൻ്റെ 3-ാം ക്ലാസ്സിലെ 7-ാമത്തെ അധ്യായത്തിലുള്ള തെദരീബാത്താണ്, ആക്ടിവിറ്റീസുകൾ. അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ നിങ്ങൾ? പഠിക്കാൻ റെഡിയല്ലേ? ഓക്കെ, തെദരീബാത്ത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. എന്തിനു വ്യക്തമാക്കുക? ഈ സാക്കിനായ നൂനെയും തൻവീനെയും വ്യക്തമാക്കുക. അതിന് ശേഷം ഏതൊക്കെ അക്ഷരം വരുമ്പോഴാണ് ഹൽക്കിൻ്റെ അർഫുകളായ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ വ്യക്തമാക്കണം. ഇതാണ് നമ്മുടെ. ഇനി നമുക്ക് തജ്രിബാത്തിൽ ആദ്യം തന്നെ നിശ്ചിതം ഒരു സോങ് ആണ്, ഒരു ചെറിയ സോങ്, കുട്ടി സോങ് ആണ് പറയാനുള്ളത്. ഹൽക്കിന് ഹർഫുകൾ ആറാണ്, അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹാഉൻ ഐനുൻ ഹാഉൻ ഐനുൻ ഖ എന്നിവയാണ്. ഈ പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 6 അർഫുകൾ കിട്ടും. എവിടെ കിട്ടുക? ഹംസ്, ഹൽക്കിൻ്റെ അർഫുകൾ 6ആണ്. എത്രയാണ്? 6. ഇവയിൽ വിധി എന്താണ്? ഇതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാക്കിന നൂൻ്റെ തൻവീന് ശേഷം ഈ 6 അർഫുകൾ വന്നാൽ അവിടെ വിധി എന്താണ്? ഇൽഹാറാണ്. വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം അതിനെ. ഒന്നാമത്തെ ഹംസാണ്. ഏതൊക്കെയാണ് അർഫുകൾ? 1 ഹംസ, 2 രണ്ടാമത്തത് ഹാ, മൂന്നാമത്തെ ഐന്, നാലാമത്തെ ഹാഉൻ, അഞ്ചാമത്തെ വൈന്, ആറാമത്തെ ഹാ. ഈ 6 അർഫുകളാണ്. ഇനി നമുക്ക് കുറച്ച് നെക്കറോ നമുക്ക് ഓതാം. വനക്തശിഫു കണ്ടെത്താം. സബബൽ ഇൽഹാർ, ഇൽഹാറിൻ്റെ കാരണങ്ങൾ കണ്ടെത്താം. കാരണങ്ങൾ കണ്ടെത്താൻ വളരെ ഈസി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണം നോക്കുക. ഹറമൻ ആമിന. ഇവിടെ ഹറമൻ എന്താണ്? തൻവീന് ശേഷം ഹംസ വന്നു. അപ്പോൾ ഇവിടെ എന്താ കാരണം? ഇത് തൻവീൻ്റെ ശേഷം ഹംസ വന്നു. അത് കിതാബിൽ നോക്കിയാൽ തൻവീൻ എങ്ങനെ എഴുതുക, ഹംസ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തത് മിൻ ഖൈർ. സാക്കിനായ നൂന് ശേഷം എന്ത് വന്നു? ഹാ വന്നു. എന്ത് വന്നു? ഹാ വന്നു. അപ്പോൾ രണ്ടാമത്തെ കാരണം നമ്മൾ ഇവിടെ എഴുതാം. ഇനി മൂന്നാമത്തത് അദാബുൻ അളീം. അദാബുൻ തൻവീൻ്റെ ശേഷം ഐന് വന്നു. അതാണ് കാരണം ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അടുത്തത് നാലാമത് മൻ ഹദല്ലാഹ്. മൻ സാക്കിനായ നൂന് ശേഷം ഹാ വന്നു. അപ്പോൾ എന്താണ് ഇവിടെ കാരണം? ഇത് സാക്കിനായ നൂന് ശേഷം ഹാ വന്നു. ഇനി അഞ്ചാമത്തേലേക്ക് കിടക്കാം. ഉസ്വത്തുൻ ഹസന. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ തൻവീൻ്റെ ശേഷം ഹാ വന്നു. അപ്പോൾ തുൻ എന്നുള്ളതിന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നല്ല പറഞ്ഞു നമ്മൾ. സാക്കിനായ നൂനെ തൻവീൻ, ഇവിടെ തൻവീനെ വ്യക്തമാക്കി ഉച്ചരിച്ചു. അപ്പോൾ ഇൽഹാറാണുള്ളത്. ഇനി ആറാമത്തെ മിൻ ഗൈരി സൂ. മിൻ ഗൈരി സാക്കിനായ നൂന് ശേഷം ഓയിന് വന്നു. എന്താ വന്ന്? ഗൈരി എന്നുള്ളിടത്ത് ഓയിന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. നൂനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിന് ഇൽഹാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വ്യക്തമാക്കി ഉച്ചരിക്കും കാരണം എന്താണ്? സാക്കിനായ നൂന് ശേഷം ഓയിന് വന്നു എന്നുള്ളത്. നക്തശിഫുൽ ഇജാബാത്ത്. അടുത്ത ആക്ടിവിറ്റീസ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടെത്താം. ആൻസർ കണ്ടെത്തൽ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ പാഠം പഠിച്ച സ്ഥിതിക്ക് ആൻസർ കണ്ടെത്താം. സോ സിമ്പിൾ. ഹൽക്കിൻ്റെ അർഫുകൾ എത്ര ഏവ. എന്താ ചോദ്യം? എത്ര ഏവ. നിങ്ങൾക്കറിയാലല്ലേ എത്രയാണ്? 6 ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് എവിടെയാണ് പാഠത്തിലെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഒരു ക്രിയേറ്റീവ് പഠനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ തന്നെ ആൻസർ കണ്ടെത്തുക, നമ്മൾ തന്നെ ചോദ്യം കണ്ടെത്തുക, നമ്മൾ തന്നെ ചോദ്യം ഉണ്ടാക്കുക, നമ്മൾ തന്നെ ആൻസർ കണ്ടെത്തുക. നോക്കാം. 6 അല്ലേ? 6 എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ 6 അക്ഷരം എന്നുള്ളിടത്ത് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും 6 എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൻസർ എന്താണ്? ആദ്യത്തെ ആൻസർ 6 എന്നാണ്. ഏവ എന്നാൽ എന്ന് ഒന്ന് ഇത് എഴുതുക. ഹംസ, ഹാ, ഐന്, ഹാ, ഐന്, ഹ. ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ 6 എന്നും ഈ പറയപ്പെട്ട 6 അക്ഷരം എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തേൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇൽഹാർ എന്നാൽ എന്ത്? അല്ല, അങ്ങനെ തന്നെയല്ലേ? ഇൽഹാർ എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ എവിടെയാണ് കിതാബിലുള്ളത്? കിതാബിൽ സാക്കിനായ, അതിൻ്റെ നിയമം പറയാം. സാക്കിനായ നൂൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ അർഫുകൾ എന്നറിയപ്പെടുന്ന ഈ 6 അല്ലെങ്കിൽ ഹൽക്കിൻ്റെ അർഫുകൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനെയും വ്യക്തമാക്കി ഉച്ചരിക്കും. ആ നൂനെയും തൻവീനെ വ്യക്തമാക്കി ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. അപ്പോൾ ഇൽഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ കണ്ടെത്തി, ആൻസർ കൃത്യമായി പഠിക്കുക. ഇത് നമുക്ക് ജീവിതകാലത്ത് മൊത്തം ഉപകാരപ്പെടുന്നതാണ്. ഖുർആനല്ലേ? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല. അത് അതിൻ്റെ നിയമാനുസൃതം നമുക്ക് ഓതാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്ത നസ്വിലു, ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഇവിടെ എന്താണ് ചേരുംപടി ചേർക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഉദാഹരണങ്ങളിലേക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ കുറച്ച് ചേരുംപടിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യം തന്നെ കൊടുത്ത ഹംസ അല്ലേ? ഹംസ എന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹംസ ഉള്ളത് നമുക്കിവിടെ എഴുതിയാൽ മതി. ഈ രണ്ടാമത്തെ കോളത്തിൽ ഹംസ ഉള്ളത് ഏതാണ്? ഇതിൽ ഹംസ ഉള്ളത് സാക്കിനായ നൂനിൻ്റെയോ
തൻവീൻ്റെ ശേഷം ഹംസ ഉള്ളത് ഏതാണ് ഇതിൽ? ആ, കിട്ടി കിട്ടി കിട്ടി. ഇവിടെ ഉണ്ട് അല്ലേ, മെൻ ആമന. അപ്പോൾ ഒന്നാമത്തേൽ ഏതാ ഇതാ? മെൻ ആമന എന്ന് എഴുതുക. എന്താ ഇതാ? മെൻ ആമന എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്താൽ ഒന്നാമത്തേൽ എഴുതാൻ പോകുന്നത്. ഏതാണ് അപ്പോൾ ഒന്നാമത്തെ? ഈ ഇവിടെ മെൻ ആമന എഴുതി കൊടുത്താൽ മതി, ഈ ഭാഗത്ത് 1 1. ഓക്കെ. ഇനി നമുക്ക് ഹാ സംഭവിച്ചത് എവിടെയാണ്? ഹാ ഇവിടെ അല്ല സംഭവിച്ചിട്ടുള്ളത്, വേറെ എവിടെ ഇല്ലല്ലോ. ഹാ സംഭവിച്ച് സലാമുൻ ഹിയ. അപ്പോൾ തൻവീന് ശേഷം ഹാ സംഭവിച്ചു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ 2 എന്ന് എഴുതിയിട്ട് ഇവിടെ നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഐനല്ല ഉള്ളത്. ഐൻ എവിടെ ഉള്ളത് നോക്കൂ. ഐൻ എവിടെയുള്ളത്? ഐനെ കിട്ടുന്നില്ലല്ലേ? ഐനല്ല ഉള്ളത്. ഐന് ഉള്ളത് എവിടെയാണ്? മെൻ ആമില. എവിടെ ഉള്ളത്? മെൻ ആമില. ഐനാണുള്ളത്. മെൻ ആമില. അപ്പോൾ മൂന്നാമത്തെ അല്ലേ, മൂന്നാമത്തെ ഇനി നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? മെൻ ആമില. നൂനേഷൻ ഐനല്ല ഉള്ളത്. ഓക്കെ, റെഡി. ആ മൂന്നാമത്തെ കുളത്തിലേക്ക് ഐനുള്ളതിന് നമ്മൾ എഴുതി 3 എന്ന് എഴുതി ഇവിടെ കേട്ടോ. ഇനി നാലാമത്തെ ഹ അല്ല ഉള്ളത്. ഹ എവിടെ ഉള്ളത്? ഹ എവിടെ? നമ്മളെവിടെ കണ്ടിട്ടുണ്ടല്ലോ, അസീസുൻ ഹക്കീം. അസീസുൻ ഹക്കീം. ഇവിടെ നാലാമത്തെ അല്ലേ. അപ്പോൾ ഈ നാലാമത്തെ ഇതിന് എവിടെ? ഇതിനെ ഹായിൻ്റെ കൂട്ടുകാരനായിട്ട് ഇവിടെ നമുക്ക് എഴുതാം. ഇവിടെ 4 എഴുതാം. ഇനി അഞ്ചാമത്തെ ഗൈനാണുള്ളത്. ഗൈന് എവിടെ? മിൻ ഗഫൂർ. മിൻ ഗഫൂർ. അപ്പോൾ ഇത് അഞ്ചാമത്താണ്. നൂന് ശേഷം എന്തെന്നു? ഗൈനൊന്നു. അതാണ് ഇവിടെ നിയമം. അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ 5 നമുക്കിങ്ങനെ 5 എന്ന് ഇവിടെ അടയാളപ്പെടുത്താം. ഇനി ആറാമത്തെ ഖ ആണുള്ളത്. ഇനി അവശേഷിക്കുന്നതിൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുണ്ടായിരിക്കും ലത്തീഫുൻ ഖബീർ. ഖ വന്നു. ഖ വന്ന് കണ്ടില്ലേ നിങ്ങൾ? തൻവീന് ശേഷം ഖ വന്നു. അപ്പോൾ ഇതും പാടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമ്മൾ എഴുതും. അപ്പോൾ ചേരുംപടി പൂർണ്ണമായിട്ട് നിങ്ങൾ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതിൽ എന്താ ചെയ്യാനുള്ളത്? തഖ്സീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. തഖ്സീസ് എന്തൊക്കെ ചെയ്യാനുള്ളത്? നഖറൗ സൂറത്തുൽ മുജാദല. സൂറത്തുൽ മുജാദല നമ്മൾ ഓതണം. എന്നിട്ടോ വനക്തശിഫു മിൻഹ മവാദി അൽ ഇൽഹാർ. അതിൽ നിന്ന് ഇൽഹാറിൻ്റെ ഭാഗം നമ്മൾ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ഇൽഹാർ എവിടെയെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്ക് കണ്ടെത്തല്ലോ. ഞാൻ ആദ്യം ഇവിടെ സൂറത്ത് കൊടുക്കാം. ഇതാണ് മുജാദല സൂറത്ത്. കണ്ടില്ലേ? മുജാദല സൂറത്ത് എത്ര ആയത്താണെന്നുള്ള എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. മുജാദല സൂറത്താണ് ഇതുള്ളത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ഉമ്മഹാത്തുഹും. ഇൻ ഉമ്മഹാത്തു. സാക്കിനായ നൂനേഷ ഹംസ വന്നു 1 അല്ലേ. ഇനി ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ട്. ല അഫുവൻ ഗഫൂർ. ഇവിടെ എന്ത് ചെയ്തു? തൻവീൻ്റെ ശേഷം ഗൈന് വന്നു. കിട്ടി. രണ്ടാമത്തതും കിട്ടി. ഇനി നമുക്ക് കിട്ടുമോ നോക്കാം. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ. നിങ്ങൾക്കും ഇതിൽ എക്സ്ട്രാ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ല അഫുവും ഗഫൂറും നമുക്ക് കിട്ടിയല്ലേ. ഇനി അടുത്തത് എന്താ? അദാബുൻ അലീം. അദാബുൻ എന്താണുള്ളത്? അദാബുൻ അലീം. തൻവീന് ശേഷം ഹംസ വന്നു. ഇനി കിട്ടുമോ നോക്കാം. ഒന്ന് പാടി നോക്കിയാൽ അദാബുൻ അലീം. ഇനി ഉണ്ട് കേട്ടോ. നോക്കാം നമുക്ക് അവിടെ ഉള്ള ഷൈഇൻ അലീം. ഇവിടെ ഉള്ളല്ലേ തൻവീന് ശേഷം ഐന് വന്നു. അപ്പോൾ നമുക്ക് പിന്നെ കിട്ടി. ഇനി അടുത്തത് എവിടെ? ഈ സൂറത്തിൽ അൻഹു. സാക്കിനാൻ നൂനേഷ ഹാ വന്നു. അവിടെയും കിട്ടി. ഇനി ഉണ്ടോ നോക്കാം. നമുക്ക് ഇനിയും നോക്കാം അല്ലേ. ഷൈഇൻ അലീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഷൈഇൻ അലീം ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് നോക്കാം. അവസാനത്തെ പേജിൽ നമുക്ക് ഇനിയും ധാരാളം ഇതിൽ കാണാം. അങ്ങനെ ഖുർആനിൽ നിന്നിട്ട് ഏതെല്ലാം ഭാഗത്ത്, ഈ മുജാദല സൂറത്തിൽ ഏതെല്ലാം ഭാഗത്ത്, ഇവിടെ നോക്കൂ. ഷൈഇൻ അല. ഇവിടെ ഹംസ വന്നു തൻവീൻ്റെ ശേഷം. അവിടെ നമുക്കൊന്ന് കിട്ടി. പിന്നെ കിട്ടുന്നു. ഇനിയുണ്ടാവും. ഈ പേജിൽ ഒരുപാടുണ്ട്. മൻ ഹാദ. സാക്കിന നൂനേഷം ഹാ വന്നു. മൻ ഹാദല്ലാഹ. അവിടെ കിട്ടി. പിന്നെ ഇവിടെ നൂനേഷം ഹാ വന്നു. മിൻഹു വഅയ്യദഹും ബിറൂഹിം മിൻ. അവിടെ എന്ത് ചെയ്തു? സാക്കിന നൂനേഷം ഹാ വന്നു. ഇനി അൻഹാർ. അടുത്തത് അൻഹാർ എന്ത് വന്നു? നൂനേഷം ഹാ വന്നു. അവിടെയും നമുക്ക് ഇൽഹാർ ചെയ്യണം. അൻഹും. ഇവിടെ എന്ത്? നൂനേഷം ഹാ വന്നു. വീണ്ടും നമുക്ക് പ്ലേസ് കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ വേറെ എന്താ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ എവിടൊക്കെയാണ് എന്ത് വരുന്നത്? ഇൽഹാറിൻ്റെ പ്ലേസ് വരുന്നത്. ഈ ഇൽഹാർ ഈ അധ്യായത്തിൽ എവിടെയൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ ഖുർആനിൽ നോക്കി കണ്ടുപിടിക്കേണ്ടതുണ്ട്.
ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റീസ് എന്താ പറഞ്ഞാൽ നെഹ്ഫദു, നമുക്ക് ഇവിടെ കാണാപ്പടം പഠിക്കേണ്ടതുണ്ട്, സൂറത്തു തക്കാസുർ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വദ്ദിക്ര ഇന്ദ ഖുറൂജിൽ ബൈത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ദിക്ർ ചെല്ലണം അല്ലേ. വീട് നമ്മുടെ സുരക്ഷിതമാക്കണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പിന്നെയും വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പ്രവേശിക്കണം അല്ലേ. അല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അല്ലേ. അതിൽ നിന്നൊക്കെ നമുക്ക് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടേ. അള്ളാഹു അല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമുക്കെല്ലാം ചെയ്തു തരുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സൂറത്ത് തക്കാസുറ ഞാനൊന്ന് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. നമ്മളിത് കാണാപാഠം പഠിക്കേണ്ടതുണ്ട്. ധാരാളം വട്ടം നമ്മൾ നമ്മളിത് കാണാപാഠം പഠിക്കണം. ഇത് നമുക്ക് എക്സാമിന് വരുന്ന ഒരു സൂറത്താണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള നമുക്കുള്ള ദിക്ർ പഠിക്കണ്ടേ, അതും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ഇല്ലാ ബില്ലാ. എന്താണ് ദിക്റുള്ള? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു ദിക്ർ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലിയിരിക്കണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ഉണ്ടാവേണ്ടേ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഞാൻ എന്നും ചെയ്യാറുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.